നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദാവീദ് രാജാവിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ശക്തമായ കാലം, വിജയങ്ങൾ, നീതി എല്ലാം കൊണ്ടും സമ്പന്നമായൊരു കാലഘട്ടം. അതെ, ശരിക്കും ഒരു സുവർണ കാലഘട്ടമെന്ന് പറയാം. പക്ഷെ നിങ്ങൾ നൽകിയ ഈ രേഖകൾ പറയുന്നത് ആ തിളക്കത്തിനിടയിലും ഒരു വലിയ വീഴ്ച, ഒരു ഇരുണ്ടധ്യായമുണ്ടായിരുന്നു എന്നാണ്. തീർച്ചയായും. നമ്മളിന്ന് ആ ഒരു ഭാഗത്തേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവ്. അധികാരം എങ്ങനെ ഒരാളെ മാറ്റാം, എന്താണ് ശരിക്കും പാപം, പിന്നെ യഥാർത്ഥ മാനസാന്തരം, ഇതൊക്കെ ഈ രേഖകൾ പറയുന്നുണ്ട്. കൃത്യമായി. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് കരുതുന്ന ഒരു രാജാവ് സ്വന്തം വിശ്വസ്തനായ പടയാളിയുടെ ഭാര്യയെ മോഹിക്കുന്നു. അതും പോരാഞ്ഞ് ആ പടയാളിയെ, ഊരിയായെ, തന്ത്രപരമായി യുദ്ധത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുന്നു. അതെ, ഇത് അധികാര ദുർവിനിയോഗത്തിന്റെയും ഒരു വ്യക്തിയുടെ ധാർമ്മിക വീഴ്ചയുടെയും വലിയ ഉദാഹരണമാണ്. ഇവിടെയാണ് ശമൂവേൽ പ്രവാചകന്റെ ആ പഴയ മുന്നറിയിപ്പുകൾ ഓർക്കേണ്ടത്. ഈ സംഭവം ഇത്ര കാലം കഴിഞ്ഞിട്ടും നമുക്കിന്നും പ്രസക്തമാവുന്നതെന്തുകൊണ്ടാണ്? ഒരു പക്ഷേ ഇത് വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമൊക്കെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാവാം, അല്ലേ? തീർച്ചയായും. വെറുതെ ഒരു സോറി പറയുന്നതിനപ്പുറം എന്താണ് ശരിയായ ഒരു മാറ്റം? അതാണ് ചോദ്യം. നമുക്ക് ആ സംഭവത്തിലേക്ക് വരാം. രാജാവിന്റെ ഈ തെറ്ററിഞ്ഞ ഉടനെ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ നേരിട്ട് ചെന്ന് താങ്കൾ തെറ്റ് ചെയ്തു എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതൊരു ശ്രദ്ധേയമായ ഒരു സമീപനമാണ്. അതെ അതെ, വളരെ സൈക്കോളജിക്കലായ ഒരു മൂവായിരുന്നു അത്. നേരിട്ട് കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ദാവീദ് പ്രതിരോധത്തിലാകുമായിരുന്നു. ശരിയാണ്. പകരം ഒരു കഥ പറയുകയാണ്, ഒരു ഉപമ, ദാവീദിന്റെ ഉള്ളിലെ നീതിബോധത്തെ തന്നെ ഉണർത്താൻ വേണ്ടി. ആ കഥ ധനികനും ദരിദ്രനും ആട്ടിൻകുട്ടിയുടെയും കഥ, അല്ലേ? അതുതന്നെ. ധാരാളം ആടുകളുള്ള ധനികൻ, ഒരേ ഒരു ആട്ടിൻകുട്ടിയെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ദരിദ്രൻ. എന്നിട്ട് അതിഥി വന്നപ്പോൾ ധനികൻ സ്വന്തം ആടുകളെ എടുക്കാതെ ആ ദരിദ്രന്റെ കുഞ്ഞിനെ എടുക്കുന്നു. ഹോ, ആ കഥ കേട്ടപ്പോൾ ദാവീദിന്റെ രക്തം തിളച്ചു കാണണം. ആ ഭരണാധികാരി ഉണർന്നു. ദേഷ്യം കൊണ്ട് വിറച്ചു. ആ ധനികൻ മരിക്കണം, അവൻ ചെയ്തതിന് 4 ഇരട്ടി പകരം നൽകണം എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് ആ നാടകീയമായ നിമിഷം. സ്വന്തം പ്രവൃത്തിയുടെ ഒരു കണ്ണാടി മറ്റൊരാളിൽ കണ്ടപ്പോഴുണ്ടായ ആ ഒരു രോഷം. കൃത്യമായി അപ്പോഴാണ് പ്രവാചകന്റെ ആ വാചകം, ആ ധനികൻ താങ്കളാണ് ദാവീദ്. അതൊരു ഷോക്കായിരുന്നിരിക്കണം. തീർച്ചയായും. ഒരു നിമിഷത്തേക്ക് ദാവീദ് സ്തംഭിച്ചു പോയിട്ടുണ്ടാവാം. താൻ ചെയ്തതിന്റെ ആഴം, അതിന്റെ ഭീകരത ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം അത്ര തീവ്രമായി മനസ്സിലാവുന്നത്. ആ ദേഷ്യമൊക്കെ പെട്ടെന്ന് ഭയത്തിനും കുറ്റബോധത്തിനും വഴിമാറി. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു എന്ന് ഏറ്റുപറയുന്നു. അതെ. പക്ഷേ അതിനു പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഏതു തരം യാഗം അർപ്പിച്ചാലും എന്റെ പാപം കഴുകിക്കളയാം എന്ന്. അതായത് ഒരു തരം അനുഷ്ഠാനം കൊണ്ട് ഇതിനെ മറികടക്കാം എന്നൊരു ചിന്ത. അത് ഒരുപക്ഷേ അന്നത്തെ ഒരു രീതി അനുസരിച്ച് സാധാരണ പ്രതികരണമായിരിക്കാം. എന്നാൽ അവിടെയാണ് പ്രവാചകന്റെ തിരുത്തൽ വരുന്നത്. കാതലായ ഒരു കാര്യം അദ്ദേഹം പറയുന്നു. എന്തായിരുന്നു അത്? ദൈവം യാഗങ്ങളിലല്ല സന്തോഷിക്കുന്നത്, ഹോമബലികളിലും അല്ല പ്രസാദിക്കുന്നത്. പിന്നെന്തിലാണ്? തകർന്ന ഹൃദയമാണ് ദൈവത്തിനുള്ള യഥാർത്ഥ ബലി. പ്രവാചകൻ പറയുന്നു, തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല. ഇതാണ് ഈ രേഖകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് പുറമേയുള്ള ചടങ്ങുകളോ കാഴ്ചവസ്തുക്കളോ അല്ല പ്രധാനം. അല്ല, ഉള്ളിലുള്ള ആത്മാർത്ഥമായ പശ്ചാത്താപം, ആ ഒരു ഹൃദയവേദന, ആന്തരികമായ മാറ്റം, അതാണ് ദൈവം നോക്കുന്നത്. ശരി ശരി. എന്നിട്ട് പ്രവാചകൻ അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. വിതയ്ക്കുന്നത് കൊയ്യും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷേ ശിക്ഷയുടെ കാഠിന്യം കുറഞ്ഞേക്കാമെന്നും ഒരു സൂചന നൽകുന്നുണ്ട്. ഈ അനുഭവത്തിന് ശേഷം ദാവീദ് എന്തു ചെയ്തു എന്നതും ഈ രേഖകളിൽ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഇല്ല, തീർച്ചയായുമില്ല. അദ്ദേഹത്തിന്റെ ആ മാനസാന്തരത്തിന്റെ ആഴം കാണിക്കുന്നൊരു സങ്കീർത്തനം, ഒരു ഗീതം അദ്ദേഹം പിന്നീട് രചിച്ചതായിട്ടാണ് പറയുന്നത്. അതെ, 51-ാം സങ്കീർത്തനം. അതിന്റെ വരികളിലൂടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ആ അഗാധമായ പാപബോധം, ഇത് ദൈവത്തിനെതിരായ തെറ്റാണെന്ന പൂർണ്ണമായ ഏറ്റുപറച്ചിൽ. പിന്നെ
യാഗങ്ങളെക്കാളൊക്കെ ഉപരിയായി ദൈവം നോക്കുന്നത് ആ തകർന്ന ഹൃദയത്തെയാണെന്നുള്ള തിരിച്ചറിവ്, അതോടൊപ്പം ഒരു ശുദ്ധീകരണത്തിനായുള്ള ആഗ്രഹം, മറ്റുള്ളവരെ ദൈവത്തിന്റെ വഴി പഠിപ്പിക്കാനുള്ളൊരു പുതിയ തീരുമാനമെടുക്കൽ, ഇതൊക്കെ അതിൽ വ്യക്തമാണ്. അപ്പോ അതൊരു വെറും ഖേദപ്രകടനമായിരുന്നില്ല, ശരിക്കും ഒരു മാറ്റം തന്നെയായിരുന്നു. അതെ, ഒരു പരിവർത്തനം. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ചുരുക്കിയാൽ, അധികാരത്തിന്റെ ഒരു ദുഷിപ്പ്, ഒരു പ്രവാചകന്റെ ധീരമായ ഇടപെടൽ, ഒരു കഥയിലൂടെയുള്ള തിരിച്ചറിവ്, പിന്നെ ആചാരങ്ങളെക്കാൾ ആന്തരിക മാറ്റത്തിന്, ആ തകർന്ന ഹൃദയത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വലിയ ആശയം, ഇതൊക്കെയാണ് ഈ ഭാഗത്തിന്റെ കാതൽ. കൃത്യമായി. ഈ തകർന്ന ഹൃദയമെന്ന് പറയുമ്പോൾ അത് വെറും വിഷാദമല്ല, മറിച്ച് ചെയ്ത തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്, മാറ്റത്തിനായുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തു തോന്നുന്നു? ഈ രേഖകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന അവസാനത്തെ ഒരു ചോദ്യം ഇതാണ്. ഊറിയായുടെ മരണം പോലെ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ മാനസാന്തരത്തിന് എന്താണ് അർത്ഥം? അത് സാധ്യമാണോ? അല്ലെങ്കിൽ ഒരു നേതാവിന്റെ വീഴ്ച സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഈ പുരാതന കഥ നമ്മെ ചിന്തിപ്പിക്കേണ്ടതല്ലേ?